ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് പേഴ്സൻ്റെ എനർജി അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനൊക്കെ മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് നിങ്ങളുടെ എനർജി കൂടി ഉൾപ്പെടുത്തി നിങ്ങളുടെ ഇപ്പോഴത്തെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ വ്യക്തിയോട്, അതുപോലെ തന്നെ നേരെ തിരിച്ചും അവരുടെ എന്താണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യമേ ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അവരോടുള്ള ഒരു ഫീലിങ്സ് എങ്ങനെയാണെന്നുള്ളത് അറിയാം. Nine of Cups, Two of Coins, Five of Wands, King of Cups, Eight of Wands, Ace of Wands, Ace of Swords, Ace of Coins, Knight of Swords, Seven of Wands, Ten of Cups, Nine of Coins, Two of Cups, Five of Swords and Justice. ഇവിടെ നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ പ്രഷ്യസ് ആയിട്ട് കാണുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡ്രീം കം ട്രൂ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ കാണുന്ന ആരുടെയൊക്കെ എനർജീസാണ്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് അത്രയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ആരുടെയൊക്കെ എനർജീസാണ്. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയെപ്പോലെ ആരും ഇനി എൻ്റെ ലൈഫിൽ വരില്ല, അല്ലെങ്കിൽ വന്നാലും എനിക്ക് വേണ്ട, ഇവരത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കരുതുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ വേറെ പല കാര്യങ്ങളും ഉള്ള വ്യക്തികൾ, അല്ലെങ്കിൽ വളരെ ബിസി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. എന്തൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ട്, വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പ് അതിനേക്കാളൊക്കെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ചില വ്യക്തികളുണ്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ ഉഴപ്പി പോകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യും. പക്ഷേ സ്റ്റിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ചേർത്ത് പിടിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന മാനസികാവസ്ഥയാണ്. വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, അതെല്ലാം ഓക്കെ. പക്ഷേ റിലേഷൻഷിപ്പ് ഞാൻ വിട്ട് കളയാൻ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ ഒരു പ്രയോറിറ്റി ഇല്ലാത്ത രീതിയിൽ കാണാനൊന്നും തയ്യാറാവാത്ത വ്യക്തികളുടെ എനർജിയാണ്. മാത്രമല്ല, ഇത് കൂടുതൽ പേരും ചിലപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫിലോ നോ കോൺടാക്റ്റിലൊക്കെ ആയിരിക്കാം. എന്താണെന്നുണ്ടെങ്കിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എനർജിയിലല്ല ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഓൺ ആൻഡ് ഓഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. കാരണം നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണാം. ഈ 3 എനർജീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ 3 ഏസ് എനർജീസാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഏസ് ഓഫ് വാൺസ്, ഏസ് ഓഫ് സോഡ്സ്, ഏസ് ഓഫ് കോയിൻസ്. അതായത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു ഫ്രഷ്നെസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് കുറവുകളുണ്ട്, ഇംബാലൻസ് ഉണ്ട് എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് മെയിൻലി നിങ്ങളൊരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയായിട്ട് ചിലപ്പോൾ ഒരു തുറന്ന സംഭാഷണം നടത്തിയിട്ട് ഒരുപാട് നാളുകളായിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ആ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നത്. ചില സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ചില ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാം ഒരു ഹൈഡിങ് എനർജി, പിടിതരില്ല. എന്താണ് അവരുടെ മനസ്സിൽ നിന്നുള്ളത് നമുക്കും അറിയാൻ പറ്റില്ല, അവർ തുറന്ന് പറയുമില്ല. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാനുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു ലോങ് ടേം ഫ്യൂച്ചറാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നോക്കിക്കാണുന്നത്. ആ ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും വേഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ ഡിലേ ആവാനോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മതിയെന്ന് അങ്ങനെയൊക്കെയുള്ളതല്ല. എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ
പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ആ ഒരു എനർജി തന്നെയാണ്. പക്ഷേ നമ്മൾ ഇത്രയുമൊക്കെ ഒരു തീക്ഷ്ണ സ്വഭാവവും താല്പര്യവും നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു ഡ്രീം കം ട്രൂ എന്നുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് എന്താണ് എന്നുള്ളത് പൂർണ്ണമായിട്ടും ഈ ഒരു വ്യക്തിയെ അറിയിക്കുന്നുണ്ടാവില്ല. ആ ഒരു ഇമോഷൻസ് നിങ്ങൾ ഹൈഡ് ചെയ്ത് ഇരിക്കുന്നൊരവസ്ഥയായിരിക്കും. കാരണം ഇവിടെ നിങ്ങൾക്ക് കുറച്ചൊരു പേടി ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ഒരിക്കൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ഒരുപാട് വിഷമിച്ചിട്ടുള്ള അല്ലെങ്കിൽ വേദനിച്ചിട്ടുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് ഒരുപാട് അവർക്ക് കൊടുത്തത് കൊണ്ട് ആ ഒരു ഇമോഷണൽ ഹേർട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാനുള്ളൊരു മടി ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം. നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഈസ് ഓഫ് കപ്സ് എനർജിയാണ് ഈ 3 ഏസസിൽ തന്നെ മിസ്സിംഗ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ മാത്രമല്ല ഇവിടെ ആ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റും നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഇത്രയൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിനകത്ത് ഒരു ഉറപ്പില്ലായ്മ, അല്ലെങ്കിൽ ചിലപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ചിലപ്പോൾ നെഗറ്റീവായിട്ട് പോരുക. മനസ്സിനകത്ത് തന്നെയുള്ള ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ളൊരു അവസ്ഥ, ഒരു കോൺഫ്ലിക്റ്റ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ടായിരിക്കാം ചിലപ്പോൾ തുറന്ന ഒരു മനസ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇമോഷൻസ് ഈ ഒരു പേഴ്സണോട് കാണിക്കാത്തതും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് സ്നേഹം വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ പേടിയാവുന്നുണ്ടാവും. ദൈവമേ, ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചു കഴിഞ്ഞ് ഇനിയും എനിക്ക് പണി കിട്ടുമോ? അല്ലാന്നുണ്ടെങ്കിൽ അത് കുഴപ്പത്തിലാവുമോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ സ്വയം നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളും ആയിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയേറെ ഒരു താല്പര്യം ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്കുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഒന്ന് സ്പോണ്ടേനിയസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയാണ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ലൊരു മതിപ്പുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആണെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു ഇൻറ്റഗ്രിറ്റി കാര്യങ്ങളുള്ളൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും പാർട്ട്ണറിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇൻറ്റഗ്രിറ്റി കളഞ്ഞു കുളിക്കാനും ഇഷ്ടപ്പെടാത്തൊരു മാനസികാവസ്ഥയാണ്. ചിലപ്പോൾ പണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പോയിട്ടുണ്ടാവാം. അപ്പം നമുക്ക് അങ്ങനെയുള്ള ആ ഒരു ഇൻറ്റഗ്രിറ്റി കളഞ്ഞു കുളിക്കാൻ നമ്മൾ തയ്യാറല്ല. പ്രത്യേകിച്ച് നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം അവിടെ നിൽക്കുമ്പോൾ അത് കുറച്ച് ഈഗോയായിട്ട് വേണമെങ്കിൽ വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ ഒരുപാട് പുറകെ പോയിട്ടുള്ളതാണ്, ഇനി പോയി നാണം കെടാനൊന്നും എന്നെ കിട്ടില്ല. ആ ഒരു മാനസികാവസ്ഥയും ഇവിടെ നമുക്ക് കാണാം. ചിലപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണാലിറ്റി തന്നെയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് മാറുകയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യാനും അല്ലെങ്കിൽ എന്ത് സാക്രിഫൈസ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് മടിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഹഡിൽസ് ഉണ്ടെങ്കിലും ചാടിക്കടക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ്. കാരണം ചിലവരെന്ന് പറയുമ്പോഴത്തേക്കും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, വേറെ പല കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഒരു അമാന്തം, പേടി ഒക്കെ വന്ന് ഒന്ന് മാറി നിൽക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ എനർജിയിൽ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. റിലേഷൻഷിപ്പിന് വേണ്ടി എന്ത് ഫേസ് ചെയ്യാനായിട്ട് ഡിഫെൻസീവായിട്ട് നിൽക്കാൻ തയ്യാറായിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ആ ഒരു ഫുൾഫിൽമെൻറ്റ് ഇവിടെ നമുക്ക് കാണാം. ആ ഒരു ഫുൾഫിൽമെൻറ്റ് എനർജി അത്രയും നിങ്ങളൊരു ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്. ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഓവർകം ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്. ഒരുപക്ഷെ പേഴ്സൺ റെഡി ആയിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിനകത്തൊരു ഇംബാലൻസ് ഒക്കെ കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു പുതിയ തുടക്കമൊക്കെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് എന്ത് ഫേസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കടമ്പകൾ ചാടിക്കടക്കാനും, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ആരാണോ തടസ്സം നിൽക്കുന്നത് അതിനെയൊക്കെ ഓവർകം ചെയ്യാനും ഒക്കെ സാധിക്കുന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് വളരെയധികം കൂടുതലുള്ളതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് അത്രയേറെ ഒരു ഇമോഷണൽ കണക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു താല്പര്യം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയോട് ഉള്ളതുപോലെയുള്ള ഒരു സ്പെഷ്യാലിറ്റി മറ്റാരോടും ഇല്ല, ഒരു മ്യൂച്വൽ അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളെ കോൺഫ്ലിക്റ്റിലേക്ക് എത്തിക്കുന്നുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞ ഒരു എനർജിയും കൂടിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചിലപ്പോൾ ഈ ഒരു പേഴ്സണും കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ടിരിക്കുന്നതായിരിക്കാം. മൈൻഡ് ഗെയിം കളിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷേ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവാം, എന്നെ എവിടെയൊക്കെയോ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ചീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഈ ഇത്രയും ആ ഒരു സ്നേഹം താല്പര്യത്തിനിടയിൽ കൂടി മനസ്സിനകത്ത് ഒരു ദേഷ്യമോ അല്ലാന്നുണ്ടെങ്കിൽ എന്നോട് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ടാവാം. ഒരുപക്ഷെ ആ ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു കരടും കൂടി അവിടെ കിടക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഒരു ഇമോഷൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ തുറന്ന് കാണിക്കാൻ റെഡി ആവാതിരിക്കുന്നത്. അല്ലെങ്കിൽ വീണ്ടും ഒരു ഇമോഷണൽ ഹേർട്ട് ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവുന്നതും ചിലപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആ ഒരു ബാലൻസിലേക്ക് വരാനായിട്ട് നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തൊരു ജസ്റ്റിസ് വേണം എന്നുള്ളതും ഇവിടെ നമുക്ക് കാണാം. അല്ലെങ്കിൽ ആ ഒരു കർമ്മ ടൈപ്പ് എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളത് ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റും കൂടിയാണ്. അതായത് അങ്ങനെയുള്ള എനർജീസ് നമ്മൾ സ്വാഭാവികമായിട്ടും കാണുന്നത് ഒരുപാട് സ്നേഹവും താല്പര്യമൊക്കെ പാർട്ട്ണറോട് ഉള്ളപ്പോഴും നമ്മളോട് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിന് നമുക്ക് നീതി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വിഷമിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും.
അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവാതിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയൊക്കെ ഡെഡിക്കേറ്റ് ആയിട്ട് നിന്നിട്ടും എനിക്കിതെല്ലാം വന്നു ചേർന്നല്ലോ എന്നൊക്കെയുള്ള ഒരു കാര്യം വരുമ്പോഴത്തേക്കും സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ എൻ്റെ വിഷമം, ഞാൻ അനുഭവിച്ച വിഷമം അവരും മനസ്സിലാക്കണം എന്നുള്ളൊരു തോന്നലും വരാറുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾ കൂടുതലായിട്ടും ആ ഒരു നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടാൻ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അതിന് അർഹരാണ് എന്നുള്ളൊരു തോന്നലും വളരെ കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതും നമുക്കിവിടെ കാണാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഓവറോളായിട്ട് നിങ്ങളുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു പ്ലാനും പദ്ധതി, അല്ലെങ്കിൽ ഇങ്ങനെ പോകണം എന്നുള്ളൊരു രീതിയൊക്കെ മനസ്സിനകത്തുണ്ട്. പ്രത്യേകമായിട്ട് നല്ലൊരു ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഈ ഒരു പേഴ്സണിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ലോങ് ടേം ഫ്യൂച്ചർ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു മനസ്സ് എന്താണെന്ന് തുറന്ന് കാണിക്കാനുള്ളൊരു ഭയം, അത് ചിലപ്പോൾ അവരത് തിരിച്ചറിഞ്ഞില്ലെങ്കിലോ എന്നുള്ളൊരു ഭയം കൂടി ആയിരിക്കാം. അതും ഒക്കെ നമുക്കിവിടെ നിലവിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്ന എനർജി ആണതെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു രീതിയിൽ പോകുന്ന, അല്ലെങ്കിൽ ഈ ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ. ഇനി നമുക്ക് പേഴ്സൻ്റെ എനർജി കൂടി നോക്കാം. Ten of Cups, Two of Pentacles, Justice, Hermit, Knight of Wands, Four of Pentacles, Three of Pentacles, Two of Wands, the Wheel, Seven of Swords, Page of Swords, Magician, the Devil, Three of Wands, Page of Wands and Judgment. ഇനി നമ്മൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് തന്നെ കാണാം, ഫസ്റ്റ് വന്നിട്ടുള്ള 3 കാർഡ്സ്, ഇത് 3ഉം നിങ്ങളുടെ സ്പ്രെഡിനകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു എനർജീസ് തന്നെയാണ്. അപ്പോൾ അതായത് കുറേ കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു രണ്ടുപേരുടെയും ക്യാരക്ടറിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത രീതിയിലായിരിക്കാം, നിങ്ങളുടെ ചുറ്റുപാടിലായിരിക്കാം. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വരാനും ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കൂടി ആയിരിക്കാം നിങ്ങളുടേത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ടൊക്കെ കണ്ടിട്ടുള്ളതാണെന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലും അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഒരുപാട് പ്രതിസന്ധികൾ, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ്, കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലും ഉണ്ടാവാം. പക്ഷേ അവിടെയും നിങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ഇംബാലൻസിങ് മാറ്റി നല്ല രീതിയിൽ പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി നമുക്കിവിടെ കാണാം. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് എല്ലാം ഓപ്പൺ അപ്പ് ആയിട്ട് പറയാത്തൊരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ഹൈഡ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും നേരത്തെ നമ്മൾ നിങ്ങളുടെ ഒരു സ്പ്രെഡ് എടുത്തപ്പോൾ അവിടെ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ക്ലാരിറ്റി കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവർ എന്തെങ്കിലുമൊക്കെ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവാം. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഇവിടെയും കാണാം ആ ഒരു ഹൈഡിങ് നേച്ചർ, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു പൊതിഞ്ഞ് വെക്കുന്ന തരത്തിലുള്ള ആ ഒരു എനർജി ഈ ഒരു പേഴ്സൻ്റെയിൽ നമുക്ക് കാണാം. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ആയിക്കോട്ടെ, അവർ കൂടുതലായിട്ടും ഇതിനകത്തേക്ക് എനർജി ഇടാതെ മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ്. എനർജി ഇടാതെ മാറിയിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ പല എനർജീസും നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് ഒരുപാട് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഈവൻ ഇപ്പോൾ നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ചിന്തകളിലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ഒരു പ്രസൻസ് ഉണ്ട്. ഒരുപാട് അവർ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് കൂട്ടുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നമുക്കിവിടെ കാണാം. പക്ഷെ ചില സമയത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ അറിഞ്ഞിട്ടും അറിയാതിരിക്കുന്ന ഒരു സമയമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഉത്തരം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ മിണ്ടാതെ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കാറുണ്ട്.
അപ്പം എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥ. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരും ഒരു വിക്ടിം ആണെന്നുള്ള രീതിയിൽ ആ ഒരു വിക്ടിം മെൻറ്റാലിറ്റി നിങ്ങളോട് ചിലപ്പോൾ കാണിച്ചേക്കാം. അതായത് ഉള്ളിൽ ഇങ്ങനെയുള്ളൊരു എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാമെന്നുണ്ടെങ്കിലും പുറമെ ചിലപ്പോൾ അത് അംഗീകരിക്കാത്ത വ്യക്തികളുണ്ട്. ഇപ്പം നമ്മളൊരു തെറ്റ് ചെയ്തു എന്ന് നമുക്കറിയാം. അത് തുറന്ന് സമ്മതിക്കുന്നവരുണ്ട്, തുറന്ന് സമ്മതിക്കാത്ത ആൾക്കാരുണ്ട്. തെറ്റ് ചെയ്തു എന്ന് അറിയാമെങ്കിൽ പോലും മുൻപിൽ സമ്മതിച്ചു തരില്ല. അത് അവർ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇല്ല, എൻ്റെ ഭാഗത്ത് അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ അവർക്ക് മറ്റാരുടെയെങ്കിലും മുമ്പിൽ താഴാൻ കഴിയാത്തത് കൊണ്ടോ ഈഗോ ഉള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും. എന്ന് പറഞ്ഞതുപോലെ ഒന്ന് സ്വയം പിൻവലിഞ്ഞിരിക്കുന്ന ആ ഒരവസ്ഥ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. കൂടുതൽ ഇതിനെക്കുറിച്ച് എന്തായാലും ഈ ഒരു പേഴ്സൺ തിങ്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെ കാര്യമായിട്ട് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാ അർത്ഥത്തിലും അറിഞ്ഞില്ല എന്നുള്ള മട്ടിൽ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നതായിട്ട് കാണാം. മാറി നിന്ന് നിങ്ങൾ ഈ ഒരു പേഴ്സൺ വീക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ്ലി നിങ്ങളിലേക്ക് വരാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ ആ ഒരു ഫോക്കസ് മറ്റൊരു സ്ഥലത്തേക്ക് കൊടുത്തിരിക്കുന്നു. ആ ഒരു വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ എങ്കിലും അറിഞ്ഞോ അറിയാതെ നിങ്ങളിലേക്ക് തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ ഫോക്കസ് ഉള്ളത്. നമ്മൾ പറഞ്ഞതുപോലെ അറിയാത്ത മട്ടിലുള്ള ഒരു അഭിനയം എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം. അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരിക്കലും നിങ്ങളെ കൈവിട്ട് കളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇമോഷൻസ് എന്താണോ അത് നിങ്ങളോട് അവർ കറക്റ്റായിട്ട് വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ നേരത്തെ നിങ്ങളുടേൽ നമ്മൾ കണ്ടതാണ് ഒരുപാട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അതിനകത്ത് പറഞ്ഞായിരുന്നു. നിങ്ങൾ അത്രയും ഓപ്പൺ അപ്പ് ആവുന്നില്ല എന്നുള്ളത്. ഇവിടെയും നമുക്ക് ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു എനർജി കാണാം. നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു എന്താ പറയുന്നത് പെരുമാറുന്ന രീതി ഏകദേശം ഒരേ തരത്തിലാണെന്നുണ്ടെങ്കിലും ഇൻറ്റൻഷൻസ് വ്യത്യാസമുണ്ട്. അതാണ് ഇവിടെ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇമോഷണൽ ഹേർട്ട് ഉണ്ടാകുമോ അല്ലാന്നുണ്ടെങ്കിൽ ഇനി വീണ്ടും തരം താഴാൻ കഴിയില്ല, ഇൻറ്റഗ്രിറ്റി വിട്ട് കളയാൻ കഴിയില്ല എന്നൊക്കെയുള്ള ഒരു എനർജിയിലാണ് അങ്ങനെ കാണിക്കുന്നതെങ്കിൽ ഇവിടെ ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഓപ്പൺ അപ്പ് ആവാനുള്ളൊരു മടി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈഡിങ് നേച്ചറൊക്കെ ഒരു കാരണമായിട്ട് തന്നെ നമുക്കിവിടെ കാണാമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വശത്ത് നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ കോൺഫിഡൻ്റ് ആണ്. അതായത് എന്തൊക്കെയുണ്ടെന്നുണ്ടെങ്കിലും എനിക്കിത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ചിന്താഗതി, ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് അവർ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് കൂട്ടുന്നുണ്ട്, ഫ്യൂച്ചറിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. തീർച്ചയായിട്ടും ഇതിനകത്തൊരു നിലനിൽപ്പ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഫ്യൂച്ചർ ഇതിനകത്ത് വേണമെന്ന് ഈ ഒരു പേഴ്സണും ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. പക്ഷേ കറൻ്റ്ലി ഉള്ള എനർജിയിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ അവർ തന്നെ ഒന്ന് കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വളരെ പോസിറ്റീവായിട്ട് അവരിതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് മനസ്സിലുള്ളപ്പോൾ തന്നെ ഇതിൻ്റെ ചില നെഗറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് അല്ലെങ്കിൽ അവർ ഡ്രോബാക്ക് ആയിട്ട് കാണുന്ന ചില കാര്യങ്ങൾ മനസ്സിനകത്ത് വരുന്നു എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും ക്ലാരിറ്റി ചോദിക്കും, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾ അറിയാനുണ്ടാവും. അപ്പോൾ അവർക്കത് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ആഗ്രഹവും ആശയമൊക്കെ മനസ്സിനകത്ത് വെച്ചിട്ട് എന്നാൽ പിന്നെ മിണ്ടാതിരിക്കുക, ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്ന ഒരവസ്ഥ. അതായത് ആ ഒരു മാറി മറിഞ്ഞുള്ള ഒരു ഷിഫ്റ്റിംഗ് എനർജിയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എത്രയൊക്കെ അകന്ന് നിൽക്കുകയാണ്, പുറമെ കാണിക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സ്വയം ഒരു വ്യക്തിയുമായിട്ടൊക്കെ ചമഞ്ഞ് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരായിട്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു ഫോക്കസ് തരണ്ട എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും അവർക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഏതൊക്കെയോ തരത്തിൽ അവർ ഇതിനകത്ത് അഡിക്റ്റഡ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷനിൽ നിന്ന് വിട്ടു പോകാനായിട്ട് അവർക്ക് കഴിയാത്ത ആ ഒരു അവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ളൊരു ചിന്താഗതിയും കാര്യങ്ങളും അവർക്ക് വരുന്നുണ്ട്. ഒരു വശത്ത് അവരുടെ ഒരു മൈൻഡ് സെറ്റ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, എന്നാൽ ഒരു വശത്തുള്ള അവരുടെ ഒരു ആശങ്കയെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ മാറി മറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിലും അവർക്കിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ അവരും അത് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈഗോ കൊണ്ടോ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് പറയേണ്ടി വരുന്നുള്ളത് കൊണ്ടോ ഒക്കെ ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരുന്നാൽ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ഒരുപാട് ഒരു ഉൾപ്രേരണ എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറയുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ എന്നാൽ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു പേഴ്സൺ ഭയങ്കര ഓപ്പണായിട്ട് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു കണക്ഷൻ ഫിക്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തേക്കാം. കാരണം അവരുടെ ഒരു ഇൻറ്റൻഷൻ ഇത് നഷ്ടപ്പെട്ടു പോകരുത് അല്ലെങ്കിൽ നിലനിർത്തണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിരിക്കണം എന്നില്ല. കാരണം അവരുടെ ഒരു ഇൻറ്റൻഷൻ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം നിങ്ങളിലേക്ക്
വരാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ആ ഒരു എനർജിയാണ്. ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷനൊക്കെ ആയിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന പോലെ ഒരു ജേണിക്ക് റെഡിയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ വീണ്ടും ഇതിനകത്തേക്ക് ഒരു നോ കോൺടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്നാവാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ അതിനകത്ത് അവരുടെ മൈൻഡ് സെറ്റ് തന്നെ അവരെ കൂടുതലായിട്ട് ഫോഴ്സ് ചെയ്യുന്ന ഒരു എനർജിയൊക്കെ നമുക്ക് കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിലും അതെ ഡീപ്പായിട്ടുള്ള ആ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അകന്ന് നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ആയിക്കോട്ടെ, ആ ഒരു എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിലും സ്ട്രോങ് റീകൺസിലേഷനായിട്ട് അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഒരു സെക്കൻഡ് ചാൻസ് എന്നൊക്കെ പറയുന്നത് പോലെ വീണ്ടും നിങ്ങളിലേക്ക് വരാൻ അത്രയും ഒരു പുഷ് ആൻഡ് പുൾ അവരുടെ മനസ്സിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കൂടുതലും നിങ്ങളിലേക്ക് വരാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എനർജി തന്നെയാണ് ഈ ഒരു പേഴ്സണിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നോ കോൺടാക്റ്റ് ഒക്കെ ബ്രേക്ക് ചെയ്ത് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും, അല്ലെങ്കിൽ അതിന് റെഡിയായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം നോട്ടീസ് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറയുന്നത് അത്രയും ശരിയായിരിക്കണം എന്നില്ല. കാരണം അവർക്ക് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തണം എന്നുള്ളത് കൊണ്ടാണ് ഓടി വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ ആഗ്രഹം കൊണ്ടൊക്കെ വരുന്നതാണ്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒട്ടും ഇല്ലാതിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമായിരിക്കും. പക്ഷേ എനിക്ക് സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി വേണമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങൾ വിചാരിക്കുന്ന പോലെ 100/100 ഓപ്പൺ ആയിട്ട്, അല്ലെങ്കിൽ അത്രയും ഹോണസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് വരില്ല. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷേ എന്നാലും ഈ പറഞ്ഞതുപോലെ മനസ്സ് തുറക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം റിവീൽ ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയും അല്ല എന്നുള്ളത് നമ്മളോട് പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.